ഇന്ന് ഞാൻ പൊലച്ചക്ക് റെഡിയായി നിന്ന പോലത്തെ കളിയാണ് നിങ്ങൾ ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ റെഡിയായി പോയി. അതിൻ്റെ പൊലിവാണിത് ഗൈസ്. അങ്ങനെ നേരത്തെ റെഡിയായതുകൊണ്ട് വെറുതെ ആടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. എപ്പോഴും നേരത്തൊക്കെ പോകേണ്ട വെച്ച് പോയത് അന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. നമുക്ക് ബി ബ്ലോക്കിലായതുകൊണ്ട് കുറച്ചാളെല്ലാം നേരത്തെ വന്നിനി. അത് വേറെ കാര്യമോ. എന്നിട്ട് നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ എവിടെയെങ്കിലും പോയേക്കാന്ന്. അന്നേരമാണ് ഒടുക്കത്തെ മഴ പെയ്തത്. പക്ഷെ നമ്മൾ മഴയിൽ നടന്ന് ആടെ എത്തുമ്പോഴത്തേക്ക് ഒടുക്കത്തെ വെയിൽ. എന്താല്ലേ, ഒടുക്കത്തെ ഭാഗ്യമാണ് കൈസ് നമുക്ക്. പിന്നെ നമ്മൾ ആടുന്ന് കളിക്കാത്ത കളികളൊന്നുമില്ല കൈസ്. നമ്മളാടുന്നുള്ള പൊട്ടത്തരങ്ങളെല്ലാം കളിച്ച് കൂട്ടിയായിരുന്നു. പക്ഷെ ആടെ വേറെ ആരും ഇല്ലേനും, നമ്മൾ മാത്രം ഇല്ലേനും. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലേനും കൈസ്. നമുക്കറിയാലോ. പിന്നെ നമ്മൾ ആടെ നിന്ന് ആ പ്രാവിനെല്ലാം നമ്മൾ ഓടിച്ച് വിട്ട് കൈസ്. വെറുതെ എന്തിനാ ആടെ നിൽക്കുന്നത്, വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കവിടെ വെയിൽ ഒന്ന് കൊണ്ട് മടുത്തിട്ട് നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് കാറ്റ് കൊള്ളാന്ന്. അങ്ങനെ കാറ്റ് കൊള്ളാൻ പോയതേ ഓർമ്മയുള്ളൂ ഗൈസ്. അവിടെ ആകുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ ആരെല്ലാം കണ്ടിട്ട് നമുക്കൊന്നും തിരിയാത്തതുകൊണ്ട് നമ്മളവിടെ നിന്ന് വേഗം ഇറങ്ങി ഗൈസ്. നമ്മളിറങ്ങി ഒരു ലൈമെല്ലാം കുടിച്ച് പിന്നെ നേരെ ഹോസ്റ്റലിലേക്ക് നടന്ന് പോയി. നടന്നിട്ട് തന്നെ പോകണം, ഓട്ടോക്ക് പോകാൻ പറ്റൂല. അങ്ങനെ നടന്നു പോയാലും ഞാൻ വെച്ചെന്നാൽ പിന്നെ എൻ്റെ മുടി അങ്ങ് മുറിച്ചാളയാന്ന്. എനിക്ക് പിന്നെ ഇതൊരു പുതിയ കാര്യമല്ലാത്തതുകൊണ്ട് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല ഗൈസ്. അങ്ങനെ എൻ്റെ മുമ്പിലത്തെ സലൂണിൽ തന്നെ ഞാൻ പോകാമെന്ന് വിചാരിച്ച്. അപ്പം എൻ്റെ ചങ്ങായിനെയും കൂട്ടാമെന്ന് വിചാരിച്ച്. വെറുതെ ഇരിക്കല്ല, വന്നോട്ട്. അങ്ങനെ ഞാനും ഓളും കൂടി സലൂണിലെത്തിയപ്പോൾ ഓറ് പറഞ്ഞ് എൻ്റെ മുടി ഒന്ന് കഴുകി കളയാന്ന്. അപ്പം ഞാൻ വിചാരിച്ച് കഴുകി കളയാം. ഇവിടുത്തെ ബ്ലീച്ച് വെള്ളത്തിൽ കുളിച്ച് മുടി ഒന്നും ഇല്ലാണ്ടായിക്കണം. അങ്ങനെ ആ ചങ്ങായി എന്നാൽ പിന്നെ മുടിയെല്ലാം കഴുകി. പിന്നെ ആ ചങ്ങായി കുറേ സമയം എൻ്റെ മുടിയിൽ എന്തൊക്കെയോ പണിത് വെച്ചു. താജ്മഹൽ എന്നൊന്നും പറയാൻ പറ്റില്ല, അതുക്കും മേലെയുള്ള എന്തോ ഒരു സാധനമാണ് ഗൈസ്. എൻ്റെ മുടീൻ്റെ ലൈസൻസ് ഓൻ്റെ കൈമേലായതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റൂല. ഒന്നും പറഞ്ഞിട്ട് ഓന് തിരിയൊന്നുമില്ല. പിന്നെന്ത് ചെയ്യാനാ, ഞാൻ എന്ത് പറയുമ്പോൾ ഓൻ ചിരിച്ചുകൊണ്ട് നിൽക്കുമെന്ന്. പിന്നെ ഞാൻ ഒന്നും പറയാൻ നിന്നിട്ടില്ല. ലാസ്റ്റ് ഇതായിരുന്നു ഗൈസ് എൻ്റെ ലുക്ക് ഓൻ ആക്കി വെച്ചേ. സങ്കടമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ശരിക്കും പറയാനാണെങ്കിൽ നമ്മൾ TKTCയിലെ സലീം കുമാർ ഇല്ലേ, ഓൻ്റെ ഒരു അന്യനൊക്കെ ആയിട്ട് വരും ഞാൻ. പിന്നെ എന്തായാലും പൈസ കൊടുത്ത് മുറിച്ചെല്ലാം വിചാരിച്ച് ആടുന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് നേരെ ഹോസ്റ്റലിലേക്ക് നമ്മൾ പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം ശരിയായി ഗൈസ്. അന്നേരം ഞാൻ ഹാപ്പി ആയി.